മനോരമയുടെ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ച കാണേണ്ടതായിരുന്നു. കോൺഗ്രസിന് വേണ്ടി റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും തിരിച്ചു കൊണ്ടുവന്നേ മതിയാകും. അതിലിപ്പോ കിട്ടിയ അവസരം ദേവസ്വമാണ്. അതുമായി ബന്ധപ്പെട്ട് പരമാവധി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പല ചർച്ചകളും നയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഇന്നലെ പല വിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും ദേവസ്വം വിഷയവുമായിട്ടുള്ള ചർച്ചയ്ക്കിറങ്ങിയത്. അതും സന്ദീപ്ജി വാര്യർ എന്ന 916 സംഖ്യയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഉടയാടയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ തഗ് ഡയലോഗുകളിൽ ഇടതുപക്ഷം തെറിച്ചു പോകുമെന്നാണ് കരുതിയത്. ആ നിലയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ സംഖ്യകൾ അടിച്ചുകൊണ്ട് കിടക്കുന്ന വാചകം എന്താണോ അതൊരു കോൺഗ്രസ് ലേബലിലിരുന്ന് വാര്യർ പിള്ള തട്ടി അങ്ങ് വിട്ടു. എന്ത് വേണം, മൊത്തം വാങ്ങിച്ച് കൂട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് പഴയ ഒരു തൃശ്ശൂർ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മീശമാധവൻ സിനിമ എടുത്ത് ഉദാഹരിച്ചതാണ് അദ്ദേഹത്തിന്റെ പഴയ തൃശൂർ കഥ. അഥവാ ഈ അടുത്ത കാലത്ത് കോൺഗ്രസുകാർ ഷൈൻ ടീച്ചർക്കെതിരെ ഉണ്ടാക്കിയ വ്യാജ കഥ അരങ്ങേറിയ ഒരു വിവരം പുറത്തു വന്നത്. കൂട്ട് പൊളിച്ചതും ഒളിഞ്ഞു നോക്കിയതും ഭർത്താവ് വന്ന് കയറിയതെല്ലാം കൂടി ചേർത്ത് ഒരു മറുപടി അങ്ങ് പറഞ്ഞു വെച്ചുകൊണ്ടു. ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോൾ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയതുപോലെയാണ്. സാധനം പൂന്ന് ഉറപ്പായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു ആക്ഷേപം പറഞ്ഞു, ഏതോ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു, മീശമാധവൻ. ആ സിനിമയിൽ തന്നെ വേറെ ചില രംഗങ്ങളുണ്ട് കേട്ടോ. സരസൂൻ്റെ അടുത്ത് രാത്രിയിൽ നമ്മുടെ റേഷൻ കടക്കാരൻ പോകുന്നതും പിന്നെ അവിടെ വെച്ച് മീശമാധവൻ പിടിക്കുന്നതും കൂടെ ഓർമ്മിക്കണം. തൃശ്ശൂരിലെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ഉദാഹരണം വേറെ ചിലർക്കിട്ടും കൊള്ളുന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്ത് വേണം, പുരുഷു എന്നെ അനുഗ്രഹിക്കണം. സെയിമായിരുന്നു. ഏത് അന്ന് തൃശ്ശൂരിൽ നിന്നൊരു കരക്കമ്പി ഭേഷ വാങ്ങി കൂട്ടി എണ്ണത്തോടി കിടന്നൊരു കഥ നാട്ടുകാർക്കെല്ലാം അറിയാം. അങ്ങനെ അദ്ദേഹം ഒരു സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പോയതുപോലെ കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് OTP തിരക്കി പോയതുപോലെയുള്ള ആ കഥ അനിൽകുമാറിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നാട്ടുകാർ കൂടി അറിയട്ടെ, ചിലരുടെയൊക്കെ മാങ്ങാണ്ടി രോഗം. കാര്യം ചേരേണ്ടടുത്തേ ചെല്ലൂ എന്ന് പറയും പോലെ ഈ ചെറ്റപൊക്കൽ വീക്ക്നെസ് ഉള്ളതിനെ കുറിച്ചൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ മീശമാധവൻ പുരുഷു എന്നൊക്കെ വിളിക്കാനുള്ള ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, അതിനെയാണ് ഇന്നലെ മനോരമയുടെ ചാനൽ ചർച്ചയിൽ എടുത്തിട്ട് അലക്കിയത്. അറിയേണ്ടവർ ഇപ്പോൾ BJP-ക്കാരടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിന്റെ തെളിവ് സഹിതം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അന്ന് BJP-യിൽ നിന്നത് കൊണ്ട് തന്നെ ആ ചെറ്റപൊക്കൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ചെറ്റപൊക്കലായിരുന്നു. ഇപ്പോ BJP വിട്ടപ്പോഴാണ് ആ ചെറ്റപൊക്കൽ പലരും കുത്തിപ്പൊക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പുരുഷുവിന്റെ നോട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അനിൽകുമാർ ആ വിശുദ്ധ യാഥാർത്ഥ്യം എടുത്ത് പുറത്തിട്ടപ്പോ ആകെ പകച്ചുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ഇരുന്ന് വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് സിനിമാ ഡയലോഗ് വെച്ച് ചിലതൊക്കെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സ്വന്തം ആസനത്തിൽ ഏൽക്കുന്ന വെടിയായി മാറുന്നു എന്ന് ആ ചർച്ച തെളിയിക്കുകയാണ്. ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോൾ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു. കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയതുപോലെയാണ്. സാധനം പൂന്ന് ഉറപ്പായിരുന്നു, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു ആക്ഷേപം പറഞ്ഞു, ഏതോ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു, മീശമാധവൻ. ആ സിനിമയിൽ തന്നെ വേറെ ചില രംഗങ്ങളുണ്ട് കേട്ടോ. സരസൂൻ്റെ അടുത്ത് രാത്രിയിൽ നമ്മുടെ റേഷൻ കടക്കാരൻ പോകുന്നതും പിന്നെ അവിടെ വെച്ച് മീശമാധവൻ പിടിക്കുന്നതും കൂടെ ഓർമ്മിക്കണം. തൃശ്ശൂരിലെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ ഉദാഹരണം വേറെ ചിലർക്കിട്ടും കൊള്ളുന്നുള്ള കാര്യം മനസ്സിലാക്കണം.